ബ്ലസ്സി എന്ന ഒരു ഡയറക്ടർ ചെയ്ത ആടുജീവിതത്തിന് തുല്യമാകില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായി. ഏത് പെർസ്പെക്റ്റീവിലാണ് അത്തരത്തിലൊരു തോട്ട്? ഒരു മൂന്നാമത്തെ സിനിമ സംവിധാനം ചെയ്തുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഒരു സംവിധായകൻ കൂടിയാണെന്നൊക്കെ പറയാറായെന്ന് തോന്നുന്നു. അപ്പൊ ആസ് എ ഡയറക്ടർ എനിക്ക് അളവില്ലാത്ത അസൂയുണ്ട് ബ്ലസ്സിനോട്. പക്ഷെ അസൂയോടൊപ്പം തന്നെ ഇത് ഒരിക്കലും എന്നെ കൊണ്ട് സാധിക്കില്ല എന്നുള്ള പൂർണ്ണ അറിവും എനിക്കുണ്ട്. ഞാൻ പറഞ്ഞ ഈ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞ് നമ്മൾ നേരിടേണ്ടി വന്ന തടസ്സങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ഈ സിനിമയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിലും ഇങ്ങനൊരു ഒരു വിഷൻ പുൾ ഓഫ് ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമല്ല. ആൻഡ് അതിനോട് ആഡ് ചെയ്യേണ്ട ഫാക്ട് എന്ന് പറയുന്നത് ബ്ലസ് ചേട്ടൻ 2008-2009 കാലഘട്ടങ്ങളിൽ ഈ സിനിമ ഏറ്റെടുക്കുമ്പോൾ അന്ന് മലയാളത്തിലെ എനിക്ക് തോന്നുന്നു നമ്പർ 1 ഫിൽം മേക്കേഴ്സ് ഒരാളാണ്. അന്ന് ബ്ലസ് ചേട്ടൻ മമ്മൂക്ക, ലാലേട്ടൻ മുതൽ ഞാൻ വരെയുള്ള ഏത് നടീനടന്മാരോട് പോയിട്ട് എനിക്ക് ഒരു സിനിമ ചെയ്യണമെന്ന് പറഞ്ഞാലും മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ബ്ലസ് ചേട്ടന്റെ സിനിമ ചെയ്യാൻ സമയം കണ്ടെത്തുന്ന ഒരു സംവിധായകനാണ്. അവിടെ നിന്നാണ് അദ്ദേഹം 15-16 വർഷങ്ങൾ ഒരൊറ്റ സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെക്കുകയും ഒരു എപ്പിക് വിഷൻ പുൾ ഓഫ് ചെയ്യാൻ അദ്ദേഹം എടുത്ത മാറ്റിപ്പസി. ബ്ലസ് ചേട്ടൻ ഞാൻ കളിയാക്കി പറയും, കുടുംബത്തിലുള്ള കാശുണ്ട് ബ്ലസ് ചേട്ടൻ ടെൻഷൻ ഇല്ല എന്നൊക്കെ ഞാൻ കളിയാക്കി സംസാരിക്കുമെങ്കിലും ദ ഫാക്ടേഴ്സ് അതല്ലല്ലോ. ഒരു ഫിൽം മേക്കറെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സിനിമകൾ ചെയ്യുക, നമ്മുടെ കൂടുതൽ കഥകൾ പറയാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ആത്യന്തികമായിട്ട് നമ്മുടെ ഏറ്റവും വലിയ ത്വര. അതൊരു 16 വർഷക്കാലം മാറ്റിവെച്ച് ഒരു സിനിമയുടെ പുറകെ നിൽക്കുക, ആ സിനിമയ്ക്ക് വേണ്ടി ഒരു ദിവസം പോലും ഒരു കോംപ്രമൈസിലേക്ക് പോകാം, അല്ലെങ്കിൽ ഇനി വേണ്ട, ഇനി എളുപ്പ വഴിയിൽ തീർക്കാം എന്ന് ചിന്തിക്കാതിരിക്കുക എന്ന് പറയുന്നത് എന്നെ കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇനി എത്ര സിനിമകൾ ചെയ്താലും ആടുജീവിതം എന്ന് പറയുന്ന ഒരു ബെഞ്ച് മാർക്ക് ഇനി മുതലുള്ള എല്ലാ സംവിധായകർക്കും നടൻ ഞാൻ പറയുന്ന ഒരു ആസ്പിറേഷണൽ ആയിട്ടല്ല, ഒരു സംവിധായകൻ ഒരു സിനിമയ്ക്ക് വേണ്ടി, അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ വാട്ട് എ ഫിൽം മേക്കർ ക്യാൻ ഡു ഫോർ ഹിസ് ഓൺ വിഷൻ എന്നതിന്റെ ഒരു അൾട്ടിമേറ്റ് ബെഞ്ച് മാർക്കായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഇതിനപ്പുറത്തേക്കൊന്നും ഒരു ഫിൽം മേക്കറിന് തന്റെ ഒരു സിനിമയോട് ഒരു അർപ്പണബോധം ഒന്നും കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സിനിമ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ എങ്ങനെ ഷൂട്ട് ചെയ്ത് തീർക്കണമെന്ന് ബ്ലസ് ചേട്ടന് കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാൻ ആക്ച്വലി വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തൊരു പ്ലാൻ ആയിരുന്നു. ഓഫ്കോഴ്സ് ഇടയിലുള്ളൊരു അന്ന് 8 മാസമായിരുന്നു. 8 മാസത്തെ ഗ്യാപ്പ് ഇടയിലുണ്ടായിരുന്നു എനിക്ക് തടി കുറയ്ക്കാൻ വേണ്ടി. ആ 8 മാസത്തെ ഗ്യാപ്പ് അല്ലാതെ വേറെ അങ്ങനെ പ്രത്യേകിച്ച് എല്ലാം വളരെ പെർഫെക്റ്റ്ലി പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ പ്ലാനിങ് ഒക്കെ ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഓഫ്കോഴ്സ് അറിയാമല്ലോ, ഈ പാൻഡമിക് വന്നിട്ട് ഭയങ്കരമായി നമ്മുടെ പ്ലാനുകൾ മാറി. ആ സമയത്ത് ഞങ്ങൾ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു, ഈശ്വര ഓരോ പ്രാവശ്യം ഷൂട്ട് തുടങ്ങുമ്പോഴും ഇനിയൊരു തടസ്സം ഉണ്ടാവില്ല, ഇതിങ്ങനെ തീർന്നു കിട്ടണേ എന്ന് എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എനിക്ക് ഐ എം വെരി പ്രൗഡ് ഓഫ് ദ ഫാക്ട്, ഭയങ്കര അഭിമാനമുള്ള കാര്യം, നമ്മൾ അത്ര ഡെസ്പറേറ്റ് ആയിട്ട് എങ്ങനെയെങ്കിലും തീരണേ എന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്യുമ്പോൾ പോലും ഒരു ഷോട്ട് എടുത്ത ദിവസങ്ങളുണ്ട്. ഒരൊറ്റ ഷോട്ട് ഒറ്റ ഷോട്ട് എടുത്ത ദിവസങ്ങളുണ്ട്. അത് ബ്ലസ് ചേട്ടനും സുനിലും പോയി ക്യാമറ സെറ്റ് ചെയ്ത് മരുഭൂമിയിൽ ഒരു പെർട്ടിക്കുലർ ലൈറ്റ് കണ്ടീഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത്, ഞാൻ മാർക്കിട്ട പൊസിഷനിൽ ചെന്നിരുന്ന് മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്ത് ഒരു ഷോട്ട് എടുത്തിട്ട് ഇനി ലൈറ്റ് പോയി പാക്കപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ ദിവസങ്ങൾ ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും ഉണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അങ്ങനെ ഒരു സിനിമയിൽ നിന്ന് ഒരു സംവിധായകന് പിന്നെ ഒരു ചെറിയൊരു ഇന്നലെ ഞാൻ വരുന്ന വഴിക്ക് സംസാരിച്ച കാര്യം, ഇപ്പൊ ഈ ട്രെയിലർ കണ്ടപ്പോ എല്ലാവരും വളരെ എടുത്തു പറയുന്ന ഒരു ഷോട്ട് ഉണ്ടല്ലോ, ഒരു ഒട്ടകത്തിന്റെ കണ്ണിൽ എന്റെ റിഫ്ലക്ഷൻ ഒരു മാക്രോ ലെൻസിട്ട് ഷൂട്ട് ചെയ്ത ഒരു ഷോട്ട്. സുനിലുണ്ടോ ഇവിടെ ക്യാമറമാൻ? ഇല്ല, ഓക്കെ. അത് ഒരു സീനിൽ അപ്പൊ പുസ്തകം അറിയാവുന്ന ആൾക്കാരായതുകൊണ്ട് സീനൊക്കെ അപ്പൊ ഞാൻ ഈ മൃഗങ്ങളോട് യാത്ര പറയുന്ന ഒരു സീനുണ്ട്. അപ്പൊ ആ സീൻ ഷൂട്ട് ചെയ്തപ്പോ ഞാൻ ഒട്ടകങ്ങൾക്ക് ഭക്ഷണം ഇട്ട് കൊടുത്തിട്ട്, അപ്പൊ ആ സമയത്ത് ഒട്ടകങ്ങളൊക്കെ നമ്മള് ഹലോ എന്നുള്ള അത്രയും നാളായല്ലോ. അപ്പൊ നമുക്കൊരു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു ഒട്ടകമുണ്ട്, കാണാൻ ഭംഗിയുള്ള ഒരു കക്ഷി. അപ്പൊ പുള്ളിക്കാരനെയാണ് നമ്മൾ ഈ ഷോട്ടിന് നിർത്തിയിരിക്കുന്നത്. അപ്പോ അങ്ങനെ ഭക്ഷണം ഇട്ട് കൊടുത്തിട്ട് ഞാൻ പോവാണ് എന്ന് പറയാണ്. ഭക്ഷണം ഇട്ട് കൊടുത്തിട്ട് ഞാൻ പോവാടാ, ഇനി ഞാൻ വരില്ല, തിരിച്ചു വരില്ല എന്ന് പറഞ്ഞപ്പോ എന്റെ ഷോട്ട് എടുക്കുകയാണ് ഒട്ടകത്തിന്റെ സജഷൻ. ഒട്ടകം കഴിച്ചുകൊണ്ടിരുന്ന ഒട്ടകം പെട്ടെന്ന് എണീറ്റ് എന്നെ നോക്കി. അപ്പൊ നമ്മൾ അത് ഷോട്ട് ഉടനെ ഇദ്ദേഹമാണല്ലോ, അത് കൊള്ളാം, ഇനി ഒട്ടകത്തിന്റെ റിയാക്ഷൻ എടുക്കാൻ പറഞ്ഞു. ഞാൻ തമാശ പറയാം, ശരിക്കും ഒട്ടകത്തിന്റെ റിയാക്ഷൻ ഇത് എവിടെ ഇപ്പുറത്തെ ക്യാമറ വെച്ചിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ദിവസം വൈകുന്നേരം ഒരു 4-4:30 മണിക്കാണ് എന്റെ ഷോട്ട് എടുത്തത്. അപ്പൊ അതേ സമയത്ത് വേണമല്ലോ ഒട്ടകത്തിന്റെയും ഷോട്ട് എടുക്കാനല്ലേ, ലൈറ്റ് വേറെ ആയിരിക്കും എന്ന് പറഞ്ഞ് എത്രയോ ദിവസങ്ങൾ നമ്മളൊരു 3:30 മണിയാകുമ്പോൾ ഷൂട്ട് നിർത്തിയിട്ട് ക്യാമറ ആയിട്ട് പോയിട്ട് ഒട്ടകത്തിന്റെ ഷോട്ട് എടുക്കാൻ നിൽക്കും.
എനിക്ക് തോന്നുന്നൊരു 7-8 ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്ന കണ്ണിലെ റിഫ്ലക്ഷൻ ഷോട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഈ സിനിമ ചിത്രീകരിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് എനിക്കൊരു വലിയ ഭാഗ്യവും അഭിമാനവും ഉള്ള കാര്യമായിട്ട് ഞാൻ കരുതുന്നു. അപ്പൊ അത് തീർച്ചയായിട്ടും അത് ഒരു ദിവസമല്ല, ഒരുപാട് ദിവസങ്ങൾ പ്ലസ് ചേട്ടനും ഞാനും വൈകുന്നേരങ്ങളിൽ മരുഭൂമിയിലിരുന്ന് രാജു ഇതിന് തീരും എന്ന് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, ഇനി കുറച്ചുകൂടെ കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇതിന്റെയൊക്കെ ഒരു ഇഫക്റ്റ് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷെ അത് ഈ പറഞ്ഞ ശരിയാണ്. അങ്ങനെ ഒരു നമ്മൾ എത്ര തന്നെ കെയർഫുൾ ആയിട്ട്, ഇപ്പൊ ഞാനൊക്കെ ഇത് ചെയ്യുമ്പോൾ ഓഫ്കോഴ്സ് ഒരു ന്യൂട്രീഷനിസ്റ്റ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, ഓൺസെറ്റ് ഡോക്ടേഴ്സ് ഉണ്ട്, എനിക്ക് അജിത് എന്ന് പറഞ്ഞൊരു ട്രെയിനർ ഉണ്ട്. അവരെല്ലാവരും അവരവരുടെ മേഖലകളിലുള്ള എക്സ്പേർട്സിന്റെ സൂപ്പർവിഷനിലാണ് ഞാനത് ചെയ്യുന്നത്. എന്നാലും സേഫസ്റ്റ് പോസിബിൾ വേയിൽ ചെയ്യാമെന്നുള്ളേ ഉള്ളൂ. അല്ല ഒരു മനുഷ്യന്റെ 1/3 ഓഫ് ദ ബോഡി വെയിറ്റ് കളയുക എന്ന് പറയുന്നത് ഇറ്റ്സ് നെവർ അങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ള കാര്യമല്ലല്ലോ. പക്ഷെ എനിക്ക് ഈ സിനിമ 2008-2009 കാലഘട്ടങ്ങളിൽ ഈ സിനിമ ചെയ്യുന്നു എന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞ കാര്യമാണ് ഈ സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ ഇങ്ങനൊരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന് ഞാൻ തയ്യാറായത് കൊണ്ടാണല്ലോ അന്ന് ആ സിനിമയ്ക്ക് ഓക്കെ ചെയ്യാം എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ ഈ സിനിമയോടും നജീബ് എന്ന വ്യക്തിയുടെ ജീവിതത്തിനോടും ചെയ്യേണ്ട ഏറ്റവും വലിയ ജസ്റ്റിസ് എന്ന് പറയുന്നത് അത് വേണ്ട, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ സോറി, ഇത് മറ്റൊരു നടനെ ഏൽപ്പിക്കുക. കാരണം ഓഫ്കോഴ്സ് ഒരുപാട് നടന്മാർ ഇതിനു വേണ്ടി തയ്യാറായിട്ടുണ്ടാവും. അത് ആ വേഷം എനിക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് എന്റെ ഭാഗ്യം. അപ്പൊ ഐ ട്രൈഡ് മൈ ബെസ്റ്റ്. എനിക്ക് ഒരു കാര്യം എനിക്ക് തോന്നുന്നു വളരെ സന്തോഷപൂർവ്വം അഭിമാനപൂർവ്വം പറയാൻ പറ്റുന്നത്, ഞാനൊരു 10% പോലും കുറച്ചുകൂടെ ട്രൈ ചെയ്യാമായിരുന്നു എന്നുള്ളൊരു കാര്യം എനിക്ക് ആടുജീവിതത്തിലില്ല കേട്ടോ. അത് എന്നെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം ആണത്. ഇത് ആക്ച്വലി ഞാൻ സംസാരിക്കണമെന്ന് കരുതിയിരുന്നൊരു ഇതാണ്. പ്ലസ് ചേട്ടൻ ആടുജീവിതത്തിന്റെ പുസ്തകം എനിക്ക് തരുന്നത് 3rd എഡിഷനാണ്, 4th എഡിഷനാണെന്ന് തോന്നുന്നു എനിക്ക്. അപ്പൊ അന്ന് ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞിട്ട് ആദ്യം സ്വാഭാവികമായിട്ട് നമ്മൾ ആദ്യം വിചാരിക്കുക എന്നാ പിന്നെ അദ്ദേഹത്തെ കണ്ട് സംസാരിക്കേണ്ടതാണ്. അപ്പൊ പ്ലസ് ചേട്ടൻ ഓൾറെഡി അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞൊരു അവസരത്തിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പൊ അന്ന് ഞങ്ങൾ തീരുമാനിച്ചത്, അന്നേ പ്ലസ് ചേട്ടൻ പറഞ്ഞിരുന്നു, രാജു ഈ പുസ്തകം ഇതുപോലൊരു സിനിമയാക്കാൻ പറ്റില്ല. അത് ആ പുസ്തകം വായിച്ച് നിങ്ങൾ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ, ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പൊ അതിൽ നിന്ന് ഈ ജീവിതത്തിന്റെ ഈ പുസ്തകത്തിന്റെ ഈ കഥയുടെ ഒരു സിനിമാറ്റിക് നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്ലസി എന്ന ഫിലിം മേക്കറിന്റെ ഉത്തരവാദിത്വം. അത് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിലുള്ളൊരു നജീബ് ഉണ്ടാവും. നമുക്ക് ആ നജീബിനെ കുറിച്ച് ചിന്തിക്കാം എന്ന് പറഞ്ഞു. ഞാൻ ശ്രീ നജീബിനെ കാണുന്നല്ല, ആദ്യമായി സംസാരിക്കുന്നത് നമ്മുടെ സിനിമയുടെ അവസാനത്തെ ഷോട്ട് എടുത്ത് കഴിഞ്ഞ് ഞാൻ ക്യാമറയുടെ ബാക്കിൽ വന്നിട്ടാണ് അദ്ദേഹവുമായിട്ട് ഞാൻ ആദ്യമായി സംസാരിക്കുന്നത്. ആടുജീവിതത്തിന്റെ ഏറ്റവും ലാസ്റ്റ് ഷോട്ട് എടുത്ത് അവസാനം ഫിലിം ബാക്കപ്പ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് റിയൽ നജീബും ആദ്യമായി സംസാരിക്കുന്നത്. ആ സംസാരം, ആ കോൺവെർസേഷൻ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, അത് ഉടനെ റിലീസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ കാര്യങ്ങൾ, ഞാൻ ആ കോൺവെർസേഷനിൽ നിങ്ങൾ കാണാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ പേഴ്സണലി സംസാരിക്കുമല്ലോ. അപ്പൊ അന്ന് നജീബൊക്കെ ആയിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു വന്നിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. ശരിക്കും ആ സമയത്ത് ഞാൻ ഇങ്ങനെ ചെയ്തത് അതായിരുന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ എത്ര കാര്യങ്ങൾ അറിയോ, അയ്യോ അത് അങ്ങനെ കറക്റ്റാണ് എന്നോട് പറഞ്ഞത്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ കാര്യമാണ്. അപ്പൊ അത് ഓഫ് കോഴ്സ് അപ്പൊ എനിക്കത് എന്റെ ക്രെഡിറ്റ് അല്ല. അപ്പൊ അതായത് ബ്ലസ് ചേട്ടൻ ഇമാജിൻ ചെയ്ത നജീബ് എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആ സമയത്ത് അനുഭവിച്ച യാതനകളും ആക്ച്വലി അത്രയും സിമിലർ ആയിരുന്നു എന്ന് പറയുന്നത് അത് ഫിലിം മേക്കറിന്റെ ക്രെഡിറ്റ് ആണ്. പക്ഷെ ഇത് ആക്ച്വലി വളരെ കൗതുകമുള്ളൊരു കാര്യമാണ്. എനിക്ക് എപ്പോൾ വേണമെങ്കിലും കാണാമായിരുന്നു, എപ്പോൾ വേണമെങ്കിലും സംസാരിക്കാമായിരുന്നു. ഈസിലി ആക്സസബിൾ ആണ് അദ്ദേഹം. ബെനിച്ചേട്ടന്റെ അടുത്ത സുഹൃത്താണ്, ബ്ലസ് ചേട്ടന്റെ സുഹൃത്താണ്, ഇപ്പോൾ എനിക്ക് നന്നായിട്ട് അറിയുന്ന വ്യക്തിയാണ്. പക്ഷെ ആദ്യമായി ഞങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് ലാസ്റ്റ് ഷോട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ്.